നമസ്കാരം. വണ്ടി ബസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഇൻട്രോ പറഞ്ഞത് പോലെ വണ്ടി നീങ്ങുന്നുണ്ട്. ഞാൻ ബസ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ശക്തൻ സ്റ്റാൻഡിലാണ്. ശക്തൻ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ പുന്നൂക്കര റൂട്ടിൽ പുത്തൂർ പുന്നൂക്കര റൂട്ടിൽ ഓടുന്ന ഒരു വണ്ടിയുണ്ട്. നമ്മുടെ സുവോളജിക്കൽ പാർക്ക് വരുന്നുണ്ട് തൃശ്ശൂർ. ഇപ്പോൾ അത് വലിയ ട്രെൻഡിങ് ആവാൻ പോകുന്ന നരകോജി കടുവയൊക്കെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സുവോളജിക്കൽ പാർക്കായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഗ്രാമീണ വഴി കൂടെ പോകുന്ന ഒരു ബസ്സുണ്ട്. ആ ഒരു വണ്ടി ഓടുന്നുള്ളൂ. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണെന്ന് നമ്മൾ ചെയ്യാൻ പോകണേട്ടോ. അപ്പോൾ ഒരു 28 സീറ്റ് ലൈലൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ശക്തൻ നമ്മുടെ ട്രാക്കിലേക്ക് വണ്ടി കയറി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കോണ്ടന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പുത്തൂർക്ക്, അതായത് സുവോളജിക്കൽ പാർക്കുള്ള പുത്തൂരിലേക്ക് ഉൾഗ്രാമം കൂടി ഓടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് വളരെ പ്രത്യേകതയൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. വളരെ ഉൾഗ്രാമത്തൂടെയൊക്കെ ഓടുന്ന വണ്ടിയാണ്. ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല ഇതിന് ഓർഡർ ഈ വണ്ടി നടത്തുന്നത് തന്നെ. അപ്പോൾ ഒരു പ്രത്യേകതയുള്ളൊരു കണ്ടൻറ്റാന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മുടെ സതീഷയുടെ മണ്ടാണ് ഈ വണ്ടീനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ശാസ്ത എന്നാണ് വണ്ടിയുടെ പേര് വരുന്നത്. ഞാൻ ഒരുപാട് തവണ ഈ വണ്ടി കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഫ്രണ്ടിൽ വന്ന ശാസ്ത എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ലൈലൻഡിൻ്റെ 28 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഒരു കച്ചേസ് വണ്ടിയില്ലേ, അതാണ്. നമ്മൾ ഓടിച്ച എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതായിരിക്കും. ഇതിൽ 2 കൊമ്പ് നമുക്ക് ഫ്രണ്ടിൽ കാണാണ്ട്. പിന്നെ ശാസ്ത എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിൻഷീൽഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. പിന്നെ ദൃശ്യ ദർശൻ കൊണ്ട് അവർ ഒരു നിക് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂർ എന്ന് ശക്തൻ സ്റ്റാൻഡ് എന്ന് ഇവിടെ നമുക്ക് കാണാം. വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് ഇതിൽ കാണുന്നത്. മുകളും ശക്തൻ സ്റ്റാൻഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബോണറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ബോണറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അകലെന്ന് കാണിക്കുമ്പോഴാണ് അറിയണത്. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ 2 ഹെഡ് ലാമ്പ്സ് കാണാം. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ലോക്കൽ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീല കളറാണ് ഇതിന് കളർ കോഡായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വിൻഷീൽഡിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ ഈ 2 വൈപ്പറും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഗ്രില്ലിൻ്റെ പോർഷനും നെറ്റ് ടൈപ്പ് ഗ്രില്ല്, ഹണി കോമ്പ് എന്ന് പറയാൻ പറ്റില്ല, നെറ്റ് ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈലൻഡിൻ്റെ ലോഗോ കാണാം. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രില്ല്, പിന്നെ ഒരു ബെൻസിൻ്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇതുപോലൊരു ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ചെയ്യില്ലേ, ട്രാക്ഷൻ ലൈറ്റൊക്കെ വയ്ക്കാനുള്ള അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിരിക്കുന്നുണ്ടല്ലേ മൊത്തത്തിൽ ഫ്രണ്ട് കാണുമ്പോൾ ഒക്കെ. അപ്പോൾ ഇനി ഫ്രണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു സൈഡിലേക്ക് കിടക്കാം. നമ്മൾ പുത്തൂർ ടൗണിലിട്ടിട്ട് വീഡിയോ ചെയ്യണത്, അല്ല പൊന്നൂക്കര ടൗണിലിട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സൈഡിൽ വരികയാണെങ്കിൽ സൈഡ് കൊമ്പ്, പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ശാസ്ത്ര ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാറ്റുങ്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബോഡി ലാമ്പ്സ്, ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ഭാഷയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചൈന ഭാഷ പോലെ ഉണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഓവറോൾ ആംബിയൻസ് നല്ലതാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പറയാം, റോഡാണിത്, ടൗണിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 28 സീറ്റ് വണ്ടിയാണ്. താന്നിട്ട് പോകണ്ട, ഹായ്, 28 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഞാൻ മെക്കാനിക്കൽ സൈസ് ഒന്നും പറയാനില്ല. ഇതിൻ്റെ വീൽ സൈസൊക്കെ വരുന്നത് 225/75/6 17.5 ഇതിൻ്റെ വീലിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ ടൈപ്പ് ടയറാണ് ഇതിൽ വരുന്നത്. എപ്പോഴുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലും കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ടിപ്പിക്കലായിട്ട് വരുന്ന ആ ഒരു കളർ കോഡും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത്. വണ്ടിക്ക് സമയമില്ല, വണ്ടിയിലെ ആൾക്കാർ ഇപ്പം തന്നെ കയറി ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പുന്നൂക്കര ഭാഗത്തു നിന്നൊക്കെ വളരെ വണ്ടികളൊക്കെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിലത്തെ കാഴ്ചകൾ. പിന്നെ എമർജൻസി വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രത്യേകത ഇവിടെ ഉള്ള ഇതുപോലുള്ള ഈ ഒരു കമ്പി ഉണ്ടാവില്ല, അത്യാവശ്യം വലുപ്പത്തിലാണ് കണ്ടില്ലേ, അതിനൊരു കാര്യം. പിന്നെ പൊന്നൂക്കര, പുത്തൂര്, ഇളന്തുരുത്തി, കുട്ടനെല്ലൂർ, അഞ്ചേരി, വളർക്കാവ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് പുറത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടി വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല ഒതുക്കുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു ബാറ്ററി ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ബാറ്ററി ബോക്സിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് ഡോർ ഓപ്പണിംഗ് ഭാഗമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് ഭാഗം വരുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെറിയൊരു ലൈറ്റിൻ്റെ ചെറിയ ഇതാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, സൈസും കാര്യങ്ങളൊക്കെ ചെറുതാണ്. ചെറിയ വീൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം.
റോഡ് സൈഡാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിലത്തെ അവസ്ഥ വരുന്നത്. അയ്യപ്പൻ്റെ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഒരു ഫോട്ടോ കാണാം, ബാക്കിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. 2 കോണി കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇതുപോലെ ഒരു ക്രോമിയം ഫിനിഷിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുത്തൂര്, പൊന്നൂക്കര, കുട്ടനെല്ലൂർ, അഞ്ചേരി, വളർക്കാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ടെയിൽ ലാംപ്സ് പറഞ്ഞില്ലല്ലോ, ടെയിൽ ലാംപ്സ് ഉണ്ട് സൈഡിൽ. ഇതാണ് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോഡി കിട്ടിയിട്ടുള്ളത് കൃഷ്ണ കോച്ച് ബിൽഡേഴ്സ് ആണ് കേട്ടോ. കരിപ്പോട് PU പാലക്കാട് എന്ന് കൊടുത്തിട്ടുണ്ട്, കൃഷ്ണ കോച്ച് ബിൽഡേഴ്സ്. അപ്പോൾ നന്നായിരിക്കുന്നുണ്ട് വണ്ടി. ഒരു കുട്ടി വണ്ടിയാണെന്ന് തോന്നില്ല, വലിയ വണ്ടി പോലെ തോന്നും കാണുമ്പോൾ ഒക്കെ. ഞാൻ പലപ്പോഴായിട്ട് ഈ വണ്ടി കണ്ടിട്ടുണ്ട്. നമ്മളൊരിക്കലും ഇത് ഓടിച്ച് വീഡിയോ ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റി എന്തായാലും. ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് എമർജൻസി എക്സിറ്റ് ആണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഓക്കെ നമ്മുടെ ചേട്ടൻ പറയുന്നുള്ളിൽ നമ്മൾ ഉള്ളിലേക്ക് വരണത് ഇവയ്ക്ക് സമയമില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീലും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെയുള്ളൂ, വെറുപ്പിക്കുന്നില്ല. ശാസ്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് പോകേണ്ട സമയമായിരിക്കണം. പിന്നെ ഡ്രൈവറുടെ ഡോറും കാര്യങ്ങളൊക്കെയാണ്, ഡ്രൈവറുടെ ഓപ്പണിംഗ് ഏരിയ ആണ് കേട്ടോ. ഓവറോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള വിശേഷങ്ങളും കാഴ്ചകളും. ധൃതിയുണ്ട് ഇവർക്ക്, അതുകൊണ്ട് വേഗം വിട്ടു കൊടുക്കാം നമുക്ക്. അപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം വേഗം. ഉള്ളിൽ കയറിയ ഇവിടെ ഇതെന്താണ്, ഇത് ശരിക്കും ക്യാമറ അല്ലേ, ക്യാമറയുടെ CCTV ഇത് ഒരു ഉണ്ടാ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കാണാറില്ല കേട്ടോ ഇങ്ങനെ ഒരു ക്യാമറ. ഓക്കെ ഉണ്ടാ ബാക്ക് ഉൾവശമാണ് കാണിക്കുന്നത്. ഫ്രണ്ട് 2 അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കാണാറുണ്ട്. പിന്നെ ബാക്ക് ഫ്രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. താഴെ ഒരു ശിവൻ്റെ ഒരു ഫോട്ടോ നന്നായിരിക്കുന്നുണ്ട് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പണ്ട് ഇവിടെ പുക വലിക്കരുത്, കയ്യും തലയും പുറത്തിരുന്നൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. FAB എന്നൊക്കെ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കണം. പിന്നെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാം, പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാം. ഇത് സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റീറിംഗ് വീല് ക്ലസ്റ്റർ ഇങ്ങനെയാണ്. നമ്മൾ മറ്റുള്ള പറഞ്ഞ ലൈലൻ്റെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടൈം ഷീറ്റ് കുറച്ച് വെച്ചേക്കുന്നുണ്ട്, വണ്ടി അവിടെ എപ്പോൾ ഓടണം കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈലൻ്റെ പഴയ പോലത്തെ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 4 സ്പോക്ക് സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെ. പിന്നെ ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു എന്താ പറയുക കസേര, അല്ലെങ്കിൽ ഇരിക്കുക ഓടിക്കാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെയാണ് ഇത് കാണാനുള്ളത്. പിന്നെ ഇൻഹിബിറ്റർ സ്വിച്ച്, പിന്നെ എൻജിൻ ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ബോണറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. ബോണറ്റിൻ്റെ ഏരിയയിൽ ഇവിടെ വന്ന നമ്മുടെ ഗിയർ 6+1 ആണ്, മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ. അതെയോ? ഓക്കെ. ഓണർ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളെ കൂടി ഒന്നൊരു ഇൻ്റർവ്യൂ എടുക്കാം. പിന്നെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ ഉപയോഗിക്കണമൊക്കെ. പിന്നെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. ക്യാമറ വെച്ച് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഭഗവാന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഹനുമാൻ സ്വാമി, ആഞ്ജനേയ. പിന്നെ FAB ഫസ്റ്റ് എയ്ഡ് ബോക്സ്, നോ സ്മോക്കിംഗ്, കയ്യും തലയും പുറത്തിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഓവറോൾ നല്ല രസമായിരിക്കുന്നുണ്ട്. സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഫാനാണ്. പിന്നെ സ്വിച്ചിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയാണ് പണ്ട് ഇവിടെയായിരുന്നു ഇതിൻ്റെ മറ്റേ സാധനം, എന്താ പാർക്കിംഗ് ബ്രേക്ക്. പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു കണ്ടാൽ മതി. നമ്മുടെ ശിവപ്രസാദം ബസ്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഒരു പെട്ടി സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നീണ്ടു നിവർന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റും, ഇഷ്ടംപോലെ സ്ഥലമാണ്. ഓവറോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. എങ്ങനെയുണ്ട് വണ്ടി കാണാൻ? നല്ല രസമായിട്ടില്ലേ? സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ബാക്കിലേക്ക് കിടക്കാം. എത്ര ഇത്? നമസ്കാരം. എത്ര സീറ്റ്? 28 സീറ്റ് അല്ലേ? 28 സീറ്റ് വണ്ടിയാണിത്. അപ്പോൾ 2+2 ലേഔട്ടിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതിൽ വണ്ടിയിൽ പാസഞ്ചേഴ്സ് കയറി തുടങ്ങി. അപ്പോൾ ഇതിൽ അലുമിനിയം ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. ഇതിപ്പോൾ എത്ര ആഴ്ച ഇറങ്ങിയിട്ട്? 1.5 മാസമായിട്ടുള്ളൂ അല്ലേ? ഇത് ഇദ്ദേഹം ഈ വണ്ടിയുടെ ഓണർ. എന്താ പേര്? ദൃശ്യൻ. എത്ര വണ്ടിയുണ്ട്? എനിക്ക് 3 എല്ലാം ഈ റൂട്ട് തന്നെയാണോ? അല്ല, പല റൂട്ടുകളിലായിട്ട്. ഓക്കെ. പിന്നെ അത് മറ്റേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു വഴിയിൽ ഇടാൻ കാരണം ഇത് ഈ റൂട്ടിൽ ആകെ ഒരു വണ്ടിയുള്ളൂ, ഒറ്റ റൂട്ടാണ്. അപ്പൊ ഇത് നമ്മൾ വാങ്ങിയിട്ട് ഒരു 8 വർഷമായി.
ഓക്കെ ഓക്കെ. അപ്പൊ എന്താ വെച്ചാ പഴയ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞു. പുതിയത് പറഞ്ഞ എല്ലാവർക്കും നല്ല വണ്ടി ആയിക്കോട്ടെ. ഇതിപ്പോ എന്ത് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്? ടോട്ടല് 33 ലക്ഷം ഉണ്ട് എല്ലാം. മറ്റു ചേസിന് 19 ലക്ഷം. എങ്ങനെയുണ്ട് ശരിക്കും? എഞ്ചിൻ ഏതാ വരുന്നത്? ഇതിന്റെ ലൈലാൻഡിന്റെ കുറച്ച് വ്യത്യാസം ഉണ്ട് തോന്നുന്നു അല്ലേ? 4 സിലിണ്ടർ. ഓക്കെ ഓക്കെ. 6 അല്ല, അതിന്റെ മൈലേജിന് മാറ്റം. എത്ര മൈലേജ് ഉണ്ട് ഇതിനൊരു 6.5. അത്രയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. നല്ലൊരു മൈലേജ്. 3.5 ഉണ്ടായിരുന്നു. അതെ 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 അതെ. പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ വഴിയിലേക്ക് ഇത് ഒതുക്കുള്ള വണ്ടിയാണ്, ഇതിന് ആവശ്യമുണ്ടോ? എവിടെ വീട് വരുന്നത്? പുത്തൂർ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. അതാണ് അപ്പൊ ആളെ. ഓക്കെ, ഇത് ബ്രദർ അല്ലേ? എന്താ പേര്? ദർശൻ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യണേ? പുറത്താണ്. എവിടെ? അതെ അല്ലേ? എന്താ ജോലി? അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനെയും പരിചയപ്പെടാൻ സാധിച്ചു. താങ്ക്സ്. അപ്പോൾ ബാക്കിൽ ഇതുപോലെ 2, 3, അതെത്ര? 6 സീറ്റ് അല്ലേ? സ്ഥിരം 6 തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പോർഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ അല്ലേ? 3 എത്ര? ടോട്ടൽ 4 ക്യാമറ അല്ലേ? 4 ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? ഉണ്ടല്ലേ മൈക്കും കാര്യങ്ങളൊക്കെ? പുതിയൊരു സിസ്റ്റം ക്യാമറയ്ക്ക് TV വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് നമുക്കും കാണാം അല്ലേ? കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. നമ്മുടെ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ചെയ്തിട്ടാണ് ഒരു വണ്ടി തന്നെ ഓടിക്കുന്നത്. അത് വലിയൊരു കാര്യം. കളവ് കേസുകൾ കുറച്ചുകൂടി റിപ്പോർട്ട് ചെയ്യണ്ടേ, അപ്പൊ അത് കാരണമാണ് നമ്മൾ TV വയ്ക്കാൻ കാരണം. എന്താ വെച്ചാൽ ക്യാമറ ഉണ്ടെന്ന് അത് കയറുന്ന ആൾക്കാർക്ക് കൂടി മനസ്സിലാവും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും താങ്ക്സ്, പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ കിടക്കാം. പിന്നെ അംഗപരിമിതർ എന്നാണ് ഇപ്പോൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുതിർന്ന പൗരന്മാർ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ഹാമറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാസഞ്ചേഴ്സ് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്പേസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഇരിക്കാനൊക്കെ നല്ല കാലൊക്കെ നീട്ടിരിക്കാനൊക്കെ പറ്റും. ഡോറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും നന്നായിട്ടുണ്ടല്ലേ, രസമായിട്ടുണ്ടല്ലേ വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി വണ്ടി നമുക്ക് എന്താ ചെയ്യുക? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ചെറിയൊരു റൈഡ് പോയി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ പരിപാടി നമ്മുടെ. ഓക്കെ. കുഴപ്പമില്ല. ഇതിലിപ്പോ പേര് സാരഥി. അപ്പൊ നമ്മളെ ചെറിയൊരു ഇതൊരു പ്രത്യേകത കൊണ്ടല്ലേ, ചെറിയൊരു വഴിയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മളെ ഈ വണ്ടി ട്രാവലിംഗ്. അത് നമ്മളെടുക്കുന്ന ദിവസം സൺഡേ ആണ്. അതുകൊണ്ടാണ് വണ്ടിയിൽ അധികം ആളില്ലാത്തത്. അല്ലെങ്കിൽ ശരിക്കും ഫുള്ളായിട്ടാണ് എന്താ വണ്ടി പോകാം. കണ്ടല്ലേ, ടാറ് ഈ ഏരിയയിലെ ടാറൊന്നും ഇട്ടില്ല, അങ്ങനത്തെ ഒരു ഏരിയ. ഇവിടെയൊക്കെ നല്ല പച്ച ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു വണ്ടിയാണ്. അത് ഇവിടെയാണ് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഏരിയ കണ്ടല്ലേ, കംപ്ലീറ്റ് പച്ചയായിട്ടുള്ള നല്ല ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോണ വണ്ടിയാണ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. റോഡ് അങ്ങനെ പൊന്നൂക്കര പോണ വഴിയാണത്. ശരിക്കും ഇങ്ങനൊരു സർവീസ് ഒരിക്കലും നടത്തുന്നതിന് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു സർവീസ് നടത്താനൊക്കെ ആയിട്ടും മുന്നോട്ട് വരില്ല. കാരണം
എന്തായാലും പക്ക നല്ല ഒരു ഗ്രാമ അന്തരീക്ഷം. അങ്ങനെ മെയിൻ റോഡിലേക്ക് നമ്മൾ കയറിയിട്ടോ. കറക്റ്റ് ബസ്സിനുള്ളതാണ്. അതെ അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ ചേട്ടനാ സതീഷ് ചേട്ടനാ എടുത്തരണ വീഡിയോ. അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേ നമ്മുടെ സാധാരണ ഇങ്ങനത്തെ വണ്ടി ഇത് 28 സീറ്റ് വണ്ടിയാണ്. ഏതായാലും നല്ല മറ്റ നമ്മുടെ ഇങ്ങനെ ബസ് ഓർഡറും കൂടി അങ്ങനെ എടുത്തിട്ട് നല്ല നന്നായി പോകുന്നത്. ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൗണ്ടാണ് നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ അറിയില്ലല്ലോ. നമ്മുടെ സതീഷ് ചേട്ടന്റെ വീട് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ആളാണ് നമുക്ക് ഈ വീഡിയോ എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് ഈ വീഡിയോ നമുക്ക് എടുത്തു തരുന്നത്. ആള് നമ്മുടെ ചങ്കാണ്. അങ്ങനെ ഡൗൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കുമ്പോഴേ നല്ലൊരു കറകറ സൗണ്ട് കേട്ട് നല്ല രസം. അതെ, നമ്മൾ അധികം ദൂരം പോകില്ല. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ചെറിയ ഡ്രൈവ് ഉദ്ദേശിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടി തിരിച്ച് അങ്ങനെ പോവാം. നല്ല രസം ഉണ്ടാവും വണ്ടി ഓടിക്കാനൊക്കെ. പുതുക്കാണ്ട വണ്ടി വളരെ ചെറുതാണ്. നമുക്ക് എങ്ങോട്ട് കൊണ്ട് നടക്കാം. മറ്റേ വണ്ടി റൂട്ട് ബസ് പോലെയല്ല, കുറച്ചും വലിപ്പം കൂടുതലല്ല. അതാകുമ്പോൾ നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യുന്ന എളുപ്പമാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ചെറിയൊരു ബെൻഡുണ്ട്. വണ്ടി നമുക്കൊന്ന് തിരിക്കണം. എവിടെയാ തിരിക്കാനുള്ള ഗ്യാപ്പ്? അപ്പുറത്തുണ്ടല്ലേ? ഇതില് ക്ലിപ്പ് കണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ വണ്ടി പോകുന്നതും കാര്യങ്ങളൊക്കെ. റോഡില്ലാത്ത വഴി കൂടെ വരെ വണ്ടി പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. അതായത് ഇതിന്റെ ഒരു ഓണറെ വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രശംസിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി സർവീസ് നടത്തുന്നതിന് ഇപ്പൊ സൺഡേ ആയ കാരണം നല്ല അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റോഡൊക്കെ ഉണ്ടല്ലേ. പതാക്കെട്ടാണ് വണ്ടി തുടങ്ങുക. പെട്ടെന്ന് തന്നെ പിക്കപ്പ് ആകട്ടെ. പിന്നെ ഏത് വണ്ടിയാണെങ്കിൽ കയ്യാണ് കാലം അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് കയ്യായിട്ട് വരുന്നുണ്ടോ. അതൊരു എക്സ്പീരിയൻസ്. നമ്മളൊരു
പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ. പെട്ടെന്ന് ഈ വണ്ടിയൊക്കെ ഞാൻ തൃശ്ശൂർ വെച്ച് കാണാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും ഈ വണ്ടിയുടെ ഒരു വീഡിയോ നമ്മളിങ്ങനെ ഇതുപോലെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോ അത് നമുക്ക് സതീഷ് ചേട്ടൻ കാരണം അത് ചെയ്യാൻ പറ്റി. അപ്പോ അത് നമുക്ക് ചങ്കാണ്, സപ്പോർട്ടാണ്. ആൾക്കാരുടെ പറഞ്ഞ ഒരു വണ്ടി ഓടുന്നുണ്ട്. അപ്പൊ അതൊന്ന് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ലൊരു കണ്ടന്റായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മളതിനെ എടുക്കാൻ കാരണം എവിടെ നടത്തേണ്ടത് അവർ നിൽക്കുന്ന റൈറ്റിലേക്ക് ഒതുക്കിയാണ്. അത് അങ്ങോട്ടൊന്ന് കാട്ടി കൊടുക്കും. നമ്മുടെ കണ്ടക്ടർ ബോർഡ് ഉണ്ടോ? ആ ബോർഡിനോട് അപ്പൊ നമ്മള് ഹാൻഡ് ബ്രേക്ക് ഇടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും നന്ദി പറഞ്ഞത് ഇതിന്റെ ഓണർ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പേരെന്താ? ദൃശ്യൻ. ആ ചേട്ടൻ. പിന്നെ അതുപോലെ നമ്മുടെ സാരഥി, ഇദ്ദേഹമൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒന്നുകൂടി പേര് പറഞ്ഞോളൂ. ഷാജി ചേട്ടൻ. പിന്നെ എത്ര വർഷം എക്സ്പീരിയൻസ്? ഞാനിപ്പോ ഒരു 20-25 വർഷം. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. പിന്നെ മറ്റേ കണ്ടക്ടർ ചേട്ടന്റെ പേരെന്താ? അബി. അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ. പിന്നെ മോറോവർ നമ്മുടെ സതീഷ് ചേട്ടൻ. അപ്പൊ ആള് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് നമ്മുടെ ശാസ്ത്ര ഗ്രൂപ്പിന്റെ അടുത്ത് എല്ലായിടത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.